തിയേറ്റർ ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് ചിരിച്ച് ഉല്ലസിച്ച് കാണാൻ പറ്റിയ ഒരു ഡീസൻറ്റ് പടമാണ് ബത്ലഹേം കുടുംബിയുണ്ട്. എടുത്തു പറയേണ്ടത് നിവിൻ മമിത കോംബോയാണ്. അവരുടെ ആ ഒരു ഏജ് ഗ്യാപ്പ് റൊമാൻസ് ഒട്ടും കല്ലുകടിയില്ലാണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ പടത്തിൽ കൺവീൻസ് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരെയും കൂടാണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ ഈ പടത്തിലുണ്ട്. അവർക്കെല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഗിരീഷ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ടിപ്പിക്കൽ ഗിരീഷ് ഫൺ റൈഡ്, അതാണ് ബത്ലഹേം കുടുംബിയുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് പടത്തിന് സ്ക്രിപ്റ്റ് തന്നെയാണ്. ഈ ഒരു കഥയെ ഓവർ ഡ്രാമാറ്റിക്കായോ അല്ലെങ്കിൽ ഓവർ ഇമോഷനോ ഒക്കെ കുത്തിക്കയറ്റാമായിരുന്നു. അങ്ങനെയൊന്നും ചെയ്യാണ്ട് തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ വൈബിലാണ് ഈ പടം പോകുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മുഷിപ്പ് തോന്നത്തില്ല. ഒരു ഒരു സിറ്റുവേഷൻ കോമഡികളാണ് ഈ പടത്തിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സിറ്റുവേഷൻ കോമഡികൾക്ക് പുറമെ പല പടങ്ങളിലെയും റെഫറൻസ് ഈ പടത്തിലുണ്ട്. അതിൽ കാന്താര റെഫറൻസ് ഒക്കെ ഭയങ്കര രസമാണ്. നിവിൻ പോളിക്ക് ഇതൊരു കേക്ക് വെക്ക് റോളാണ്. പണ്ടത്തെ ആ ഒരു നിവിൻ പോളിയുടെ കള്ളനോട്ടം, കള്ളച്ചിരി, അങ്ങനെ പല കാര്യങ്ങളും ഈ പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണത്തിന് ഫാമിലിയുമായി ധൈര്യമായി പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ഫീൽ ഗുഡ് എൻ്റർടൈനറാണ് ബത്ലഹേം കുടുംബിയുണ്ട്. നിങ്ങൾ ഈ പടം കണ്ടതാണെങ്കിൽ ഈ പടത്തെക്കുറിച്ച് ഒരു അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ പടം കണ്ടിട്ടില്ലെങ്കിൽ ഈ പടം കണ്ടിട്ട് അഭിപ്രായം പങ്കുവയ്ക്കുക.